ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസത്തെയും പോലെ നല്ലൊരു ദിവസം തന്നെ ഇന്ന് കേട്ടോ. ഇന്നൊരു സാറ്റർഡേ ആണേ. ഇപ്പോൾ വൈകുന്നേരം എന്തായാലും അമ്പലത്തിൽ പോകണം. ഞാൻ ചിലപ്പോൾ രാവിലെ പോകും, ചിലപ്പോൾ വൈകുന്നേരം പോകും. അപ്പോൾ രാവിലത്തെ തന്നെ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ ചെടികൾ, പച്ചക്കറികൾ വീടിൻ്റെ ഫ്രണ്ടിലത്തെ പറമ്പിലെ പച്ചക്കറികളൊക്കെയാണ്. താള്, പിന്നെ എന്താ പറയുക, വേപ്പില. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ, എന്നാലും ഞാൻ പിന്നെയും പറയും. എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഒരു കണ്ണിന് നമുക്ക് ഭയങ്കര ഒരു രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ കാണാൻ നല്ല രസമായിട്ടുള്ളൊരു വ്യൂ ആണല്ലോ. അപ്പോൾ എത്ര പറഞ്ഞാലും ഈ പച്ചപ്പ് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ അതുമാത്രമല്ല, ഞങ്ങൾ ഈ കൊച്ചിയിൽ താമസിക്കുന്നതുകൊണ്ട് എപ്പോഴും ട്രാഫിക്കും തിരക്കും പൊല്യൂഷനും ഒക്കെയാണ്. അതിൻ്റെ ഇടയിലുള്ള ഒരു വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഈ ഒരു വ്യൂ എന്ന് പറയണത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് കാണിച്ചുകൊണ്ടിരിക്കണേ. പിന്നെ മഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തോർന്ന് നിൽക്കുന്ന ഒരു സമയമാട്ടെ. ഇപ്പോൾ കുറച്ച് മഴ കുറവുണ്ട്, പക്ഷെ പെട്ടെന്ന് എപ്പോഴെങ്കിലും ഒരു വലിയൊരു എന്താ പറയുക, കാറ്റൊക്കെ അടിച്ചിട്ട് മഴ പെയ്യും. ഒരു 10 മിനിറ്റ് നിൽക്കും, പിന്നെയും പോകും. അങ്ങനെയാണ്. അപ്പോൾ മഴയൊക്കെ പെയ്ത് ആകെ കാട് പടരാൻ പിടിച്ച് നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കളയുന്നുണ്ട്, പക്ഷെ എന്നാലും എന്താ പറയുക, അതിൻ്റെ ഇരട്ടി ശക്തിയോടുകൂടി ഒരാഴ്ച കൊണ്ട് കാടാവും. അതിൻ്റെ ഇടയിൽ കൂടി പച്ചക്കറികളുടെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അത് കാച്ചിലാന്ന് തോന്നുന്നു. അതെ, കാച്ചിലാണേ. പിന്നെ പല വെറൈറ്റി ചേമ്പുണ്ട്. പേർപ്പിൾ കളറുണ്ട്, കാട്ടുചേമ്പുണ്ട്, സാധാരണ ചേമ്പുണ്ട്, അങ്ങനെ പലതരം ചേമ്പുണ്ട്. കറിവേപ്പിലൊക്കെ തന്നെ ധാരാളം മരങ്ങളുണ്ട്. കറിവേപ്പിലയുടെ കുഞ്ഞിതുകളുണ്ട്, വലിയ മരങ്ങളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഹരിതാപയും പച്ചപ്പും നിറഞ്ഞ ഞങ്ങളുടെ ഒരു പറമ്പാട്ടത്. പിന്നെ ഇത് മാവിൻ്റെയൊക്കെ ചെറിയ എന്താ പറയുക, ചെറിയ ചെടികളുണ്ട്. ചെറിയ മാവിൻ തൈയൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. പിന്നെ ചേനയുടെ ഒരു പൂക്കാലനുണ്ട്, നിറച്ച് ചേനയുണ്ട്. ഇതൊക്കെ നട്ടിട്ടുള്ളതാണ് കേട്ടോ, സ്വന്തമായിട്ട് മുളച്ച് വന്നിട്ടുള്ളതല്ല. പല ചേന ചെറിയ പീസസൊക്കെ ആക്കിയിട്ട് നട്ടിട്ട് അത് മുളച്ച് വലുതായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ തണ്ട് ആക്ച്വലി കറി വയ്ക്കാം, ഞാൻ തോരൻ വയ്ക്കാറുണ്ട് കേട്ടോ. ഇത് നോനി എന്നുള്ള പഴമാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ക്യാൻസറിന് നല്ലതെന്നൊക്കെ പണ്ട് പറയണ കേട്ടോ. ഇപ്പം എനിക്കറിഞ്ഞൂടാ. പിന്നെ രാവിലെ കിച്ചണിലേക്ക് വന്ന് ഇഡ്ഡലിയും തക്കാളി ചട്നിയാണ്. ഇപ്പോൾ ഇഡ്ഡലി വെച്ചു. തക്കാളി ചട്നിക്ക് ഞാൻ ഇതിനു മുമ്പ് റെസിപ്പി ആയിട്ടിട്ടുണ്ട്. ജസ്റ്റ് വലിയ മുളകും തക്കാളി, വലിയ ഉള്ളി, കുറച്ച് ഉപ്പ്, പിന്നെ ലാസ്റ്റ് കുറച്ച് തേങ്ങയും കൂടി ചേർക്കും. അതൊന്ന് കുക്കായിട്ട് തേങ്ങ ചേർക്കാറ് കേട്ടോ. തേങ്ങ ഇട്ട് ഞങ്ങൾ അരച്ചെടുത്ത തക്കാളി ചട്നി ആയിട്ടാണ്. ഇത് ആക്ച്വലി നല്ലെണ്ണയിലാണ് ചെയ്യേണ്ടത്. ഞാൻ ചിലപ്പോൾ നല്ലെണ്ണ ചെയ്യും, ചിലപ്പോൾ വെളിച്ചെണ്ണ ചെയ്യും. നല്ലെണ്ണയിലാണ് ഇത് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ ഉച്ചത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഈവനിങ് ഒരു 4 o'clock 5 ഒക്കെ ആയിട്ടോ. 5 ഒക്കെ ആയപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി. ഇത് അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങണതാണ് കേട്ടോ. ഇറങ്ങിയപ്പോൾ ഒരു 7 ഒക്കെ ആയി. എറണാകുളത്ത് അമ്പലമാണ്. എറണാകുളത്ത് അമ്പലത്തിന് 3 അമ്പലം കൂടിയുണ്ട് എൻ്റെ കൂടെ തന്നെ. ഒരു എന്താ പറയുക, ഒരു ഹനുമാൻ സ്വാമിയുടെ അമ്പലമുണ്ട്. പിന്നെ പളനിമല മുരുകസ്വാമിയുടെ അമ്പലമുണ്ട്. അതൊക്കെ തൊഴുത് ഒരു 7 മണി ആയപ്പോഴേക്കും ഇറങ്ങി. ഇതൊക്കെ ഞങ്ങൾ മിക്കവാറും വരുന്ന അമ്പലം കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും വന്നിരിക്കും. ചെറുപ്പം മുതലേ വരുന്ന ഒരു അമ്പലമാണ്. ഉത്സവം കൂടുക, അങ്ങനെ എല്ലാ പരിപാടികളും ഇതാവും. എന്ന് വെച്ചാൽ ഈ അമ്പലമായിട്ടൊരു അഭേദ്യമായ ബന്ധം കൂടി ഉണ്ട് ഞങ്ങൾക്ക്. എനിക്ക് കുട്ടിയായിരുന്നപ്പോൾ ചോറ് വന്നതൊക്കെ അവിടെയാണ്. അപ്പോൾ അത് പിന്നെ ഉത്സവങ്ങളൊന്നും ഞങ്ങൾ മുടക്കില്ല. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ വരും. അത്രയും നമ്മൾ കൂടുതൽ ചെറുപ്പം മുതലേ വരുന്ന ഒരു അമ്പലം ഉണ്ടാവില്ല എല്ലാവരുടെ ലൈഫിൽ. അങ്ങനെ ഒരു അമ്പലം കേട്ടോ. തന്നെയാട്ടോ ഞാൻ വന്നത്. എനിക്ക് ആക്ച്വലി തന്നെ എക്സ്പ്ലോർ ചെയ്ത് പല സ്ഥലങ്ങളിലും പോവാം. ഇതിപ്പോൾ തൊട്ടടുത്ത അമ്പലമാണ്, എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല. എന്നാലും എനിക്ക് തന്നെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ. എനിക്ക് കുറച്ചുകൂടി ദൂരേക്കൊക്കെ കുറേ കൂടി കഴിഞ്ഞിട്ട് പോകണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. തന്നെ യാത്ര ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ളൊരു പറമ്പ് മീൻസ് അമ്പലത്തിൻ്റെ ഭാഗം തന്നെ. ഞാൻ ഓട്ടോയ്ക്കാണേ വന്നത്. അപ്പോൾ ഊബർ കാത്ത് നിൽക്കുക കേട്ടോ. ഊബർ കയറി വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി ഡിന്നർ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അവിടെ ചെന്നിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാക്കണം. എൻ്റെ കുക്കിംഗ് ഒക്കെ ഭയങ്കര ഫാസ്റ്റാണ്. അതുകൊണ്ട് എന്താ പറയുക, എൻ്റെ സംസാരവും കുക്കിംഗ് ഒക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട്, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അതുകൊണ്ട് അപ്പോൾ ഇത് നമ്മുടെ നൈറ്റ് വ്യൂ ഓഫ് കൊച്ചിയാണ്. എറണാകുളം. ഇതിപ്പോൾ എറണാകുളം, ഈ സൈഡ് എറണാകുളമാണ് കേട്ടോ. എറണാകുളം എന്നാണ്, കൊച്ചി ഇത് അതർ സൈഡാണ്. അപ്പോൾ നൈറ്റ് വ്യൂ കാണാനും എറണാകുളം എപ്പോഴും ഇങ്ങനെ നൈറ്റ് ആണെങ്കിലും നല്ല ഇതിനകത്ത് വെളിച്ചത്തിൽ കുളിച്ചിരിക്കും. പണ്ടത്തെ പോലെ അല്ലല്ലോ. മിക്കവാറും സിറ്റികളൊക്കെ രാത്രി ഉറക്കമൊക്കെ കണക്കാണല്ലോ. നാച്ചുറൽസ് ഞങ്ങൾ ഇടയ്ക്ക് ഐസ്ക്രീം കഴിച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെ ഐസ്ക്രീമൊന്നും ഞങ്ങൾ ഞാൻ കഴിക്കാറില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ പണ്ടത്തെ പാലാണ് കേട്ടോ. സൗത്ത് പാലം എന്നാ പറയുക. പണ്ട് എത്ര 40-45 വർഷം മുമ്പുള്ള പാലാണ്. ഇത് ഇപ്പോഴും അങ്ങനെ വേറെ പണിതിട്ടൊന്നുമല്ല, പഴയ രീതിയിൽ തന്നെയാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പാലാണ്. മിക്കവാറും ട്രാഫിക് ആയിരിക്കും. ഈ സമയം ഒരു 7-7:30 കഴിഞ്ഞുകൊണ്ട് വലിയ തിരക്കില്ല. ഇത് GCD എന്ന് പറയും, ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി. വീട്ടിൽ വന്ന് ഞാൻ പെട്ടെന്ന് വിചാരിച്ച ഒരു ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കും. അത് പെട്ടെന്ന് തന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. കുറച്ച് ജിഞ്ചറും ഗാർലിക്കും ഇട്ട് വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം കേട്ടോ. ഇട്ടു
അതിനുശേഷം ഉപ്പിട്ട് സോസുകളൊക്കെ ഒഴിച്ചു. സോസ് ഇപ്പോഴല്ല കേട്ടോ ഒഴിച്ചു, ഞാൻ പറയാം. ചിക്കൻ കുറച്ച് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായി. ഫ്രൈ എന്ന് വെച്ചാൽ ഡീപ് ഫ്രൈ എന്നല്ല, ശാല ഫ്രൈ ആക്കി വെച്ച ചിക്കൻ മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ട്, പിന്നെ കുറച്ച് സോയ സോസ്, പെപ്പർ, പിന്നെ ചില്ലി സോസ്, അങ്ങനെ കയ്യിലിരിക്കുന്ന സോസുകളൊക്കെ തട്ടാട്ടോ. അതൊക്കെ തട്ടി അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ നൂഡിൽസ് ഉണ്ടല്ലോ, മാഗി അല്ലാട്ടോ അത് ചിക്കൻ നൂഡിൽസ് ആണല്ലോ. അപ്പോൾ ചൈനീസ് നൂഡിൽസ് വേവിച്ച് വെച്ചിട്ടുള്ള അതിട്ട് പിന്നെ കുറച്ച് സ്പ്രിംഗ് അനിയൻ ഇട്ട്, അത്രേ ഉള്ളൂ. താങ്ക് യു, ബൈ.